ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ദൃശ്യം 3യുടെ ആദ്യ ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബോക്സ് ഓഫീസിൻ്റെ തമ്പുരാൻ ഇവിടെ ബോക്സ് ഓഫീസിൽ അഴിഞ്ഞാട്ടം നടത്തുന്ന കാണാനുള്ള കാഴ്ച നമുക്ക് ഇവിടെ എത്തുകയാണ്. ഇന്ന് ആദ്യ ദിനത്തിൽ അമ്മാതിരി കൊടൂരമായിട്ടുള്ള ബുക്കിങ്ങും ഒപ്പം അതിനനുസരിച്ചിട്ടുള്ള കളക്ഷനുമാണ്. പ്രീസെയിൽ കളക്ഷനിലൂടെ തന്നെ ചരിത്രം തീർത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ആദ്യ ദിനത്തെ വൈകുന്നേരം 8 മണി വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിന് മുന്നോടിയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ആദ്യ ദിനം 2475ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 9,75,00,000 രൂപയാണ് ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത്. അതായത് 10,15 കോടിയോളം സിനിമ ഇതിനോടകം തന്നെ തൂക്കിയിരിക്കുന്നു എന്നുള്ള കണക്കുകളാണ്. 5,79,000 ടിക്കറ്റുകൾ അല്ലെങ്കിൽ ഓഡിയൻസ് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നു. തിയേറ്റർ ഒക്യുപ്പൻസിയായി വന്നിരിക്കുന്നത് 87.8% എന്നുള്ളതാണ്. ഇതിനോടൊപ്പം എടുത്തു വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നാളത്തെ പ്രീസെയിൽ ഇപ്പോൾ തന്നെ നേടിയിരിക്കുന്നത് 3,46,00,000 ട്രാക്കിങ്ങിലൂടെ. നമുക്ക് ലഭിച്ച വിവരങ്ങളനുസരിച്ച് 5 കോടിക്ക് മുകളിലേക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഏകദേശം 2 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകളും വിറ്റുപോയി എന്നുള്ള കാര്യങ്ങളാണ്. എന്താണേലും ആദ്യ ദിനം വേൾഡ് വൈഡായിട്ട് നമ്മൾ പ്രീസെയിലൂടെ തന്നെ 35 കോടി കടക്കുന്ന കാഴ്ച കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആദ്യ ദിനം 50 കോടി കടക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കേരളത്തിൽ പ്രീസെയിലൂടെ ലഭിച്ചത് 8,19,00,000 രൂപയും ഫാൻ ഷോയും കൂടെ ചേർത്ത് 8,52,00,000 രൂപയായിരുന്നു. കർണാടകത്തിൽ 1,80,00,000 രൂപയും തെലുങ്കിൽ നിന്ന് 1,34,00,000 രൂപയും സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. തമിഴ്നാട്ടിൽ നിന്ന് 72ഉം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 76 ലക്ഷം രൂപ ലഭിച്ചപ്പോൾ ഡൊമസ്റ്റിക്കിൽ നിന്ന് 13,15,00,000 രൂപയ്ക്ക് അടുത്താണ് ലഭിച്ചത്. ഓവർസീസിൽ നിന്ന് 22 കോടിക്ക് മുകളിലേക്ക് ലഭിച്ചപ്പോൾ 35,27,00,000 രൂപയോളമാണ് സിനിമയുടെ ആദ്യ ദിനത്തിലേക്ക് കളക്ഷൻ വന്നത്. മലയാളം ലാംഗ്വേജ് വൈസ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ മലയാളം 11,54,00,000 രൂപ പ്രീസെയിലൂടെ ലഭിച്ചു. തെലുങ്ക് 1,21,00,000 രൂപ, തമിഴ് 29,00,000 രൂപ, കന്നഡ 9 അല്ലെങ്കിൽ 10 ലക്ഷം രൂപ എന്നുള്ളതാണ്. അങ്ങനെ ആദ്യ വാരത്തിൽ സിനിമ നേടിയത് പ്രീസെയിലൂടെ 48,41,00,000 രൂപയായിരുന്നു. ഇവിടെ ആദ്യ ദിനത്തെ തൂക്കിയടി നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിനിമയ്ക്ക് 3,000-ന് മുകളിലുള്ള ഷോകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ 15 കോടിക്ക് മുകളിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വന്നതിനും ഫൈനലായിട്ട് ഇന്ന് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളിൽ എക്സ്ട്രാ ഷോസും അഡീഷണൽ ഷോസും ചാർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വേളയിൽ നമ്മൾ ഉറപ്പിക്കുകയാണ് സിനിമയുടെ കളക്ഷൻ 12 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കും എന്നുള്ളതും. എന്താണേലും 15 കോടിയിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യമാണ്. അത് തീർച്ചയായും എത്താനുള്ള എല്ലാ സാഹചര്യവുമുണ്ട് കേരള ബോക്സ് ഓഫീസിൽ. കാരണം എക്സ്ട്രാ ഷോസും അഡീഷണൽ ഷോസും ആഡ് ചെയ്യപ്പെടുന്നു എന്നുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ. ആദ്യ പ്രദർശനത്തിന് ശേഷം സിനിമയ്ക്ക് മണിക്കൂറിൽ 41,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി. ഇപ്പോൾ 30,000-നും 35,000-നും ഇടയിലാണ് ടിക്കറ്റുകൾ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന 4 ദിവസങ്ങളിലും സിനിമയ്ക്ക് അത്രത്തോളം ഗംഭീരമായ ബുക്കിംഗ് ആണ്. അതായത് ആദ്യ 4 ദിവസം കൊണ്ട് സിനിമ 200 കോടിയാണ് പ്രതീക്ഷിക്കുന്നത്. ആ റേഞ്ചിലേക്ക് എത്തുമെന്നുള്ളതാണ്. ഒരു സിനിമ ഏത് റേഞ്ചിൽ മാർക്കറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഏത് രീതിയിൽ കൊണ്ടുവരണം എന്നുള്ളത് ആൻ്റണി പെരുമ്പാവൂർ തീർച്ചയായും നമ്മളെല്ലാം ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് പ്രൊഡ്യൂസർമാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് 4-5 പ്രാവശ്യം കേൾക്കുക. കാരണം ആൻ്റണി പെരുമ്പാവൂർ എങ്ങനെയാണ് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ചിന്തിക്കാനെങ്കിലുമായിട്ട്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു സിനിമയുടെ ആദ്യ ദിനം 50 കോടി ഉറപ്പിക്കാം എന്നുള്ളത് തന്നെയാണ്. കാരണം അത്ര ഗംഭീരമായിട്ടാണ് ഈ ഒരു സിനിമ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസുകൾക്കും കാര്യങ്ങളുമായിട്ട്. ആദ്യ ദിനം സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 12 കോടി ഉറപ്പിച്ചിരിക്കുന്നു. 15 കോടിയിലേക്ക് എത്തുമോ എന്ന് നോക്കാം. വേൾഡ് വൈഡായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആദ്യ ദിനത്തെ കളക്ഷൻ 70 കോടിക്ക് മുകളിൽ അല്ലെങ്കിൽ 75 കോടി റേഞ്ചിലേക്ക് എത്തുമെന്നുള്ളതാണ്. എന്തായാലും 50 കോടി ഉറപ്പിച്ചിരിക്കുന്നു.